Topic: Differentiation of implicit functions. What is the difference between an implicit function and an explicit function? Explicit functions. If a relationship between x and y can easily be expressed as y is equal to f of x, then y is an explicit function of x. Implicit functions. If a relationship between x and y cannot be easily expressed as y is equal to f of x, then y is an implicit function. For example, y is equal to cos x square. ഇവിടെ yയെ xന്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. Therefore, y is an explicit function of x. Another example, x minus y is equal to pi. ഇതിൽ നിന്നും x minus pi is equal to y എന്ന് എഴുതാൻ സാധിക്കും. അതായത് yയെ xന്റെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ yയെ xന്റെ ഫംഗ്ഷനായിട്ട് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് y is equal to f of x എന്ന് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ് x എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. xy പ്ലസ് സൈൻ y ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഈ എക്സ്പ്രഷനെ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് yയെ എക്സിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വളരെ ഈസി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനാണ്. First problem, find dy by dx if 2x plus 3y is equal to sin x. ഇങ്ങനെ എക്സും വൈയും മിക്സായി കിടക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ dy by dx is equal to എന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. അത് അത്യാവശ്യമായും നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്. ഡിഫറൻഷിയേറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് 2x 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x is 1 പ്ലസ് 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. ഹിയർ ദ ഡിഫറൻസിയേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു x. Therefore, derivative of y is dy by dx and the derivative of sin x is equal to cos x. സെക്കൻഡ് സ്റ്റെപ്പ്, dy by dx ഉള്ള ടേംസ് ലെഫ്റ്റിൽ നിർത്തുക. dy by dx ഇല്ലാത്ത ടേംസ് റൈറ്റിലോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഒറ്റ ടേമിൽ മാത്രമാണ് dy by dx ഉള്ളത്. 3 dy by dx is equal to cos x. 2 റൈറ്റിലോട്ട് പോകുമ്പോൾ -2. സൈഡ് മാറ്റുമ്പോൾ സൂക്ഷിക്കണം, സൈനും കൂടെ മാറ്റണം. Therefore, dy by dx is equal to cos x minus 2 divided by 3. Second problem, xy plus y square is equal to tan x plus y. Find dy by dx. ശ്രദ്ധിക്കുക, ഇവിടെ എക്സും വൈയും മിക്സപ്പ് ആണ്. Therefore, it is an implicit function. dy by dx is equal to എന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേം എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ പ്രോഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ dy by dx പ്ലസ് second function y into derivative of first function x 1, derivative of x is 1 plus y square, derivative of y square. What is the derivative of x square? 2x. And that differentiation is with respect to x. x square നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. ഇവിടെ വൈ സ്ക്വയറിനെ നമ്മൾ വൈ വെച്ചല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എക്സ് വെച്ചാണ്. Therefore, derivative of y square is 2y into dy by dx. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈയുടെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ശേഷം ഇൻറ്റു dy by dx എന്ന് കൂടെ കൊടുക്കണം. ഈക്വൽ ടു റൈറ്റ് സൈഡ് derivative of tan x sec squared x
പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ ഒന്നും കൂടെ നീറ്റായിട്ട് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് ലെഫ്റ്റിൽ കളക്ട് ചെയ്യുന്നു. എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഡി വൈ ബൈ ഡി എക്സ്. ഇത് രണ്ടും ഓൾറെഡി ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഇനി റൈറ്റ് സൈഡിൽ ഒരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേംസ് 6² x മൈനസ് വൈ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള 3 ടേംസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2y മൈനസ് 1 ഈസ് ഈക്വൽ ടു 6² x മൈനസ് വൈ. Therefore, dy by dx is equal to 6² x minus y divided by x plus 2y minus 1. Okay. Find dy by dx if x cube plus y cube is equal to 3a into xy. ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. സെക്കൻഡ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈയുടെ ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസിനെ ഒരു സൈഡിലേക്കും ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേംസിനെ മറ്റേ സൈഡിലേക്കും കളക്ട് ചെയ്യുക. ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്ത ശേഷം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x². ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യൂബ് 3y² into dy by dx is equal to 3a is a constant taking outside x into y. Apply product rule. X into derivative of y plus y into derivative of x, that is 1. എല്ലാ ടേമിലും 3 ഉള്ളതുകൊണ്ട് നമുക്ക് 3 ക്യാൻസൽ ചെയ്ത് കളയാം. എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എ വൈ. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള 2 ടേംസ് ലെഫ്റ്റിലാക്കുന്നു. y² dy by dx already in the left side minus ax dy by dx is equal to ay minus x². dy by dx കോമൺ എടുക്കുക. dy by dx into y² minus ax is equal to ay minus x². dy by dx is equal to ay minus x² divided by y² minus ax. Okay, clear ആയെന്ന് കരുതുന്നു. Next problem, x into root of 1 plus y² plus y into root of 1 plus x² is equal to 1. Find dy by dx. This is an implicit function of x. Therefore, we have to differentiate both sides with respect to x. That is, derivative of x into root of 1 plus y² plus y into root of 1 plus x² is equal to d by dx of 1. Now, first term is x into root of 1 plus y². This is a product. Therefore, we have to apply product rule. First function into derivative of root of 1 plus y². 1 by 2 root 1 plus y² into 2y dy by dx. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. root of 1 plus y² chain rule ആണ്. outermost function is root. derivative of root x is 1 by 2 root x. xന്റെ സ്ഥാനത്ത് 1 plus y². x ആയിട്ട് അസ്യൂം ചെയ്ത 1 plus y²ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1ന്റെ ഡെറിവേറ്റീവ് 0, y²ന്റെ 2y. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് 2y by
dx എന്നുകൂടെ ചേർക്കണം. പ്ലസ് now second function root of 1 plus y square into derivative of the first function, derivative of x is 1, plus second term in the differentiation, first function into derivative of root of 1 plus x square. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 1 by 2 root 1 plus x square into 2x plus second function root of 1 plus x square into derivative of the first function y dy by dx is equal to derivative of right side 1 in the derivative 0. സിംപ്ലിഫിക്കേഷൻ ആണ്. 2ഉം 2ഉം ക്യാൻസൽ ആകും. therefore xy by root of 1 plus y square dy by dx plus root of 1 plus y square plus ഇവിടെയും 2ഉം 2ഉം ക്യാൻസൽ ആകും. xy by root of 1 plus x square plus root of 1 plus x square dy by dx is equal to 0. ഇനി dy by dx ഉള്ള ടേംസ് ലെഫ്റ്റിൽ കളക്ട് ചെയ്യാം. dy by dx ഇല്ലാത്ത ടേംസ് റൈറ്റിലും. therefore xy by root of 1 plus y square dy by dx plus root of 1 plus x square dy by dx നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തി. dy by dx ഇല്ലാത്ത ബാക്കി രണ്ട് ടേംസ് മൈനസ് റൂട്ട് ഓഫ് 1 plus y square xy by root of 1 plus x square റൈറ്റ് സൈഡിൽ ചെന്നപ്പോൾ മൈനസ് xy by root of 1 plus x square. രണ്ട് ടേമിലും മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കോമൺ എടുത്തു. therefore മൈനസ് ഓഫ് xy by root of 1 plus x square plus root of 1 plus y square. ഇനി സിംപ്ലിഫിക്കേഷൻ ആണ്. dy by dx കോമൺ എടുത്തു. therefore dy by dx into xy by root of 1 plus y square plus root of 1 plus x square is equal to minus of xy by root of 1 plus x square plus root of 1 plus y square. now simplifying ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ dy by dx into xy plus root of 1 plus x square into root of 1 plus y square by root of 1 plus y square എന്ന് കിട്ടും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ xy plus root of 1 plus y square into root of 1 plus x square by root of 1 plus x square എന്ന് കിട്ടും. now dy by dx is equal to therefore dy by dx is equal to minus of xy plus root of 1 plus y square into root of 1 plus x square by root of 1 plus x square whole divided by xy plus root of 1 plus x square into root of 1 plus y square by root of 1 plus y square. ഡിവിഷന് വേണ്ടി നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. therefore നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഇത് തമ്മിൽ ക്യാൻസൽ ആവും. ഇത് രണ്ടും സെയിം ആണ്, ക്യാൻസൽ ആവും. therefore the final answer is minus of root of 1 plus y square by root of 1 plus x square. that is equal to minus of root of 1 plus y square by root of 1 plus x square. അല്പം ലെങ്തി പ്രോബ്ലമാണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ.